എല്ലാവർക്കും യൂട്യൂബ് ചാനൽ വാസ്തു ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വാസ്തു ടിപ്സ് ഫിറ്റ്കടി. ഫിറ്റ്കടി എന്ന് പറയുന്ന സംഭവം എന്തെന്നാണ്? ഫിറ്റ്കടി നമ്മളെ ഹിന്ദി ഇല്ലാന്ന് പറയുന്നത് ഫിറ്റ്കടി. അതിൻ്റെ മലയാളം ആണെങ്കിൽ ആലം. എല്ലാവരും അറിയായിരിക്കും, എന്നാലും ഞാൻ ഇന്ന് ടോപ്പിക്കിലൂടെ ഞാൻ കാണിച്ചു തരാം. ആലം എന്നും പറയും. ഇതാണ് ആലം. ഒരു തരം കല്ലാണ്. ഇതൊരു സാൾട്ടാണ്. ഒരു തരം ഇങ്ങനത്തെ ഉണ്ടാവും. ചെറിയ ചെറിയ പീസ് ഇതുമാതിരി ഉണ്ടാവും. ഇനി ഇതിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഇതിന് പൊട്ടാസ്യം ആലം എന്നും പറയും, അമോണിയം ആലം എന്നും പറയും. ഇത് ഒരു തരം സാൾട്ടാണ്. ഇനി ഇതിൻ്റെ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ കുറേ ഗുണങ്ങളുണ്ട്. ഒത്തിരി ഇഷ്ടംമാതിരി ഗുണങ്ങളുണ്ട്. ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂടുതൽ വാട്ടർ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. വീട്ടിൽ എക്യുഗാർഡ് ഇല്ലാത്ത വ്യക്തികൾക്ക് ഇത് വാട്ടർ പ്യൂരിഫൈ ചെയ്യാൻ വളരെ ഗുണകരമായ ഒരു കാര്യമാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ സംഭവമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. നമ്മൾ ഡെയിലി പൈപ്പിൽ ഡ്രമ്മിൽ കുടിക്കേണ്ട വെള്ളം നമ്മൾ കാണുന്ന സമയത്ത് നല്ല ക്ലീൻ ആയിരിക്കും. പക്ഷേങ്കിൽ ഈ ആലം എന്ന് പറയുന്ന സംഭവം ജസ്റ്റ് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് ഇങ്ങനെ ഒരു 3-4 തവണ ഇങ്ങനെ ഇത് ചെയ്തിട്ട് നിങ്ങൾ പിറ്റേ ദിവസം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വെള്ളത്തിൻ്റെ ഫുൾ ഡേർട്ട് ബോട്ടമിൽ വന്ന് നിൽക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. വെള്ളം വളരെ കുടിക്കാൻ പറ്റിയ വെള്ളം. നമ്മൾ എക്യുഗാർഡെല്ലാം യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ഈ നോർമലായിട്ട് എക്യുഗാർഡ് ഇല്ലാത്ത വീട്ടിൽ നമ്മൾ ഈ ആലം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്യുവർ എക്യുഗാർഡിൽ വരുന്ന വെള്ളം തന്നെ നമുക്ക് ഈ ആലത്തിൽ കൂടെ നമുക്ക് കുടിക്കാൻ പറ്റുന്നതായിരിക്കും. വായിൽ ദുർഗന്ധം ഇല്ല വ്യക്തികൾക്ക് ഇത് ഡെയിലി കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട്, ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയിട്ട് ഈ വെള്ളം രാത്രി വായിൽ കുറച്ച് നേരം വെച്ച് കൊപ്പിളിച്ച് കഴിഞ്ഞാൽ വായിലെ ദുർഗന്ധം, നൊണ്ണീൻ്റെ പ്രോബ്ലം, ടീത്തിൻ്റെ പ്രോബ്ലം, ഇതെല്ലാം എഫക്റ്റ് ഇത് റിലീസായി കിട്ടും. നമ്മളെ തലയിൽ മുടിയിൽ പെയിൻ ഉണ്ടെങ്കിൽ ഡെയിലി ഈ കുളിക്കുന്ന വെള്ളത്തിൽ ഇത് ഇളക്കിയിട്ട് ഈ സ്റ്റോൺ കുറേ നേരം ഇളക്കിയിട്ട് ഈ വെള്ളത്തിൽ നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ നമ്മളെ മുടിയിലെ പെയിന് അതും ഒഴിവായി കിട്ടും. പിന്നെ 4ാമത്തെ കാര്യം, കാലിന് വിണ്ട് കീഴാണെങ്കിൽ കാലിൻ്റെ മടമ്പിന് ഇങ്ങനെ വര മുറിവ് ഉണ്ടെങ്കിൽ ഡെയിലി ഇതിൻ്റെ വെള്ളത്തിൽ ഒരു അരമണിക്കൂർ കാല് വെച്ച് കഴിഞ്ഞാൽ അതും റിലീസായിട്ട് നമുക്ക് കിട്ടാൻ കഴിയും. പിന്നെ 5ാമത്തെ കാര്യം, നമ്മളെ ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവുണ്ടെങ്കിൽ ബ്ലഡ് നിൽക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വെള്ളത്തിൽ മുറിവിൻ്റെ സ്ഥലത്ത് കഴുകിക്കഴിഞ്ഞാൽ മുറിവ് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഡെയിലി പെയിൻ ഉണ്ടെങ്കിൽ ഡെയിലി ആലത്തിൻ്റെ വെള്ളത്തിൽ തല കഴുകിക്കഴിഞ്ഞാൽ അതും ഒഴിവായി കിട്ടും. നമ്മുടെ തലയിൽ പെയിൻ ഉണ്ടെങ്കിൽ മാത്രം ഈ സാധനം വെള്ളത്തിൽ കലക്കിയിട്ട് വെള്ളത്തിൽ കുളിക്കുന്ന സമയത്ത് നമ്മളെ കണ്ണ് വളരെ സൂക്ഷിക്കുക. കണ്ണ് അടിച്ചു കൂട്ടിയിട്ട് കുളിക്കുക. പിന്നെ 2ാമത്തെ കാര്യം, നമ്മളെ ഫേസ് ക്ലീൻ ചെയ്യുന്ന സമയത്തും കണ്ണ് അടിച്ചു വെച്ചിട്ട് ക്ലീൻ ചെയ്യുക. കണ്ണിലേക്ക് ഇതിൻ്റെ വെള്ളം അല്ലെങ്കിൽ ഇത് പോകാൻ പാടില്ല. അത് കെയർ ചെയ്യുക. പിന്നെ അലർജി അല്ലെങ്കിൽ ഹിച്ചിങ്ങിൻ്റെ കൂട്ടർക്ക് ഇത് നല്ലതാണ്. പിന്നെ ഡ്രൈ സ്കിന്നിൻ്റെ കൂട്ടർ ഇത് യൂസ് ചെയ്യാൻ പാടില്ല. ഡ്രൈ സ്കിന്നിൻ്റെ കൂട്ടർക്ക് അധികം പിന്നെയും ഡ്രൈ സ്കിന്ന് ആയാൻ സാധ്യത ഇതിൽ കൂടുതലാണ്. പിന്നെ മുഖത്ത് ഓയിലായിട്ട് വരുന്ന ഓയിലി ഉണ്ടെങ്കിൽ ഇത് വളരെ നല്ലതാണ്. ഇത് ഡെയിലി നിങ്ങൾ 2 ടൈംസ് നിങ്ങൾ ഇതിനെ കൊണ്ട് ഫേസ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഫേസിൽ വരുന്ന ഓയിലി അത് നിങ്ങൾക്ക് കുറഞ്ഞിട്ട് കാണാൻ പറ്റും. പിന്നെ ഡെയിലി നമുക്ക് എവിടെയെങ്കിലും മണ്ണിലും പൊടിയിലും എവിടെയെങ്കിലും പോയിക്കഴിഞ്ഞാൽ, പുറത്ത് എവിടെയെങ്കിലും പോയിക്കഴിഞ്ഞാൽ നമ്മളെ മുഖത്തുനിന്ന് മണ്ണ് കാര്യങ്ങളെല്ലാം റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മുഖത്ത് തേച്ച് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ
നമ്മളെ മുഖത്തിലെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് എല്ലാം റിമൂവ് ആവും. പിന്നെ ഈ ആലമത്തിൽ കണ്ണ് വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. കണ്ണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഭവമാണ്. ഈ ആലമത്തിൻ്റെ വെള്ളം ഒരിക്കലും കണ്ണിൽ പെടാതെ സൂക്ഷിക്കുക. കണ്ണ് ഡാമേജ് ആകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മളെ മുഖത്ത് ഓയിലി, ചില വ്യക്തികളെ ഓയിലി ഇതെല്ലാം ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടും നമ്മൾ പിന്നെ മുഖം വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മുഖത്ത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഐ ഓയിലി സബ്സ്റ്റൻസ് നമുക്ക് കുറഞ്ഞു കിട്ടും. പിന്നെ 7ാമത്തെ കാര്യം, പിമ്പിൾസ്. നമ്മളെ മുഖത്ത് എവിടെയെങ്കിലും പിമ്പിൾസ് ഉണ്ടെങ്കിൽ ആ പിമ്പിൾസിന് വേണ്ടിയിട്ടും ഈ ആലം വളരെ നല്ലതാണ്. ഡെയിലി 2-3 തവണ നമ്മൾ ആലത്തിനെ കൊണ്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ പിമ്പിൾസ് മാറിക്കിട്ടും. ഈ വീഡിയോയിൽ ഞാൻ ഈ ആലത്തിൻ്റെ ഡെമോ ഞാൻ നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ കുടിക്കേണ്ട വെള്ളത്തിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ. ഇത് എങ്ങനെ നമ്മൾ കുടിക്കേണ്ട വെള്ളം പിടിച്ചു കഴിഞ്ഞാൽ ഇത് എങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെ ഇത് എത്ര ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഇത് യൂസ് ചെയ്യണം എന്ന് ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ഡെമോ ഞാൻ കാണിക്കുന്നതായിരിക്കും. ഇതിൽ സ്റ്റോൺ വാങ്ങിച്ചിട്ട് കക്കൂസും കുളിമുറിയിലും ഒരു പോട്ടിൽ, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അതിൽ വരുന്ന നെഗറ്റീവ് എനർജി അത് ഇതിൽ പിന്നെ റിലീസാവും. 7ാമത്തെ കാര്യം, നമ്മുടെ ശരീരത്തിലെ ദുർഗന്ധം മാറ്റാൻ നമ്മൾ കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് നമ്മളെ ത്വക്കിൽ അവിടെ ശരീരത്തിലെല്ലാം തേച്ച് കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിൽ വരുന്ന ദുർഗന്ധം അതും മാറി റിലീസായി കിട്ടും. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഇവിടെ പൂർണ്ണമാകുന്നു. നാളെ കാണാം. നമസ്കാരം.